വന്നു പുതിയൊരു റെസിപ്പി ആയിട്ട്. ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പനീർ ഗ്രീൻ പീസ് പുലാവാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്കൊരു ബിരിയാണിയുടെ ഇഫക്റ്റിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു റൈസാണിത്. കുറച്ച് പനീറും കുറച്ച് ഗ്രീൻ പീസും കുറച്ച് റൈസും മതി. പിന്നെ ബാലൻസ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അതെല്ലാം വളരെ വളരെ കുറച്ച് മതി. എന്നാൽ നമുക്കൊരു ബിരിയാണിയുടെ ഇഫക്റ്റിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. ബിരിയാണിയുടെ അത്രയും ടൈം ഒന്നും എടുക്കില്ല ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത്രയും പ്രൊസീജിയേഴ്സും ഒന്നുമില്ല, വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ആ ഒരു പനീർ വറക്കുന്ന ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് സാധാരണ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സാലഡിൻ്റെ കൂടെ എന്തെങ്കിലും ഉള്ളി സാലഡോ തൈര് സാലഡോ എന്തെങ്കിലും കൂടെ നമുക്ക് കഴിക്കാം. വേറെ പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മുടെ പനീർ ഗ്രീൻ പീസ് പുലാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ ഞാൻ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണിത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 200 ഗ്രാം പനീറാണ്. പനീർ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അല്പം കൂടി വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. നമുക്ക് വലിയ പീസായിട്ട് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് മതിയാവും. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്, അപ്പോൾ ചെറിയ പീസസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പനീറിൻ്റെ വലുപ്പം തീരുമാനിക്കാം. പിന്നെ ഒരു വലിയ സവോള ഞാൻ ചെറുതായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 പച്ചമുളക് നീളത്തിൽ കീറിയത് വേണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് 1.5 ടീസ്പൂൺ വേണം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഞാനൊരു 5 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, 3 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബേലീഫ് വേണം. ബേലീഫ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്തേക്കുക. പിന്നെ 1 ടീസ്പൂൺ ജീരകം വേണം, നമ്മുടെ നല്ല ജീരകം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, കുറച്ച് മല്ലിയില വേണം. പിന്നെ ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ഞാൻ തലേദിവസം കുതിർത്തിട്ടിട്ട് വേവിച്ചെടുത്തതാണിത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ബീൻസ് ഉണ്ടെങ്കിൽ അത് വേവിക്കാതെ തന്നെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കിത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉണക്ക ഗ്രീൻ പീസാണ്, അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വേവിച്ചെടുത്തതാണ്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് വേണ്ട എന്നുള്ളൊരു സൺഫ്ലവർ ഓയിലിൽ ചെയ്താൽ മതി. നമുക്ക് നെയ്യുടെ പാട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഓയിലിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലിൽ മാത്രം ചെയ്യാം. പിന്നെ നെയ്യ് ഇഷ്ടമുള്ളവർ നെയ്യും കുറച്ച് കൂട്ടിയെടുത്തിട്ട് ഓയിൽ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് നമ്മുടെ പനീർ ഗ്രീൻ പീസ് പുലാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോൾ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലോട്ട് ഒരു 5.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് അരി വേവിച്ചിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു ബേലീഫ് ഇട്ട് കൊടുക്കുകയാണ്. ബേലീഫ് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അരി നന്നായിട്ട് ഒട്ടാതെ വിട്ട് കിട്ടും. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തള വന്നു തുടങ്ങി. ഇനി നമുക്ക് അരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ എന്താ പറയുക, ഇതിന് ശേഷം അരി വേവിക്കുന്നൊന്നുമില്ല കേട്ടോ. ലെയർ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വേവിക്കുന്നൊന്നുമില്ല. മസാലയുടെ കൂടെ ജസ്റ്റ് റൈസ് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിൽ വേവിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നാൽ വെന്ത് കുഴഞ്ഞു പോകരുത്. നമ്മൾ ലാസ്റ്റ് ബിരിയാണിയൊക്കെ കഴിക്കണ ആ സമയത്തുള്ള ബിരിയാണി അരിയുടെ ഒക്കെ വേവിനനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കണം. ബിരിയാണിയിൽ നമ്മൾ ചില സമയത്ത് ലെയറായിട്ട് ചെയ്യുമ്പോൾ ദം ചെയ്യുമ്പോൾ
രണ്ടാമത് നമ്മൾ കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ രണ്ടാമതൊന്നും കുക്ക് ചെയ്യുന്നില്ല, ഈ ഒരൊറ്റ കുക്കിംഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് പാകത്തിന് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ഊറ്റി വെക്കണം, ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. ചോറൊക്കെ നന്നായിട്ട് വെന്ത് തന്നെ വന്നിട്ടുണ്ട്, നന്നായിട്ട് വിട്ട് തന്നെ വന്നിട്ടുണ്ട്, അധികം കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇതിന് കംപ്ലീറ്റ്ലി കുക്കായിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ഊറ്റി വയ്ക്കാം. അപ്പോൾ ഞാനത് ഊറ്റട്ടെ. അരി വെന്തൊന്നും പോകരുത് കേട്ടോ, നന്നായിട്ട് നല്ല നീളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഊറ്റുന്ന പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ, നമുക്കപ്പോൾ ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നമ്മൾ വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ബാലൻസ് കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പനീർ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ പനീർ ഫ്രൈ ചെയ്തെടുത്തില്ലെങ്കിൽ അത് നമ്മൾ റൈസിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പനീർ ഇട്ട് കൊടുക്കുകയാണ്. തീ ഒന്ന് കുറച്ചിട്ടിട്ട് നിങ്ങൾ പനീർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 2 സെറ്റായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ ചിലപ്പോൾ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പനീറിൽ ഒരു സൈഡ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാ സൈഡും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗൺ കളർ മതി. അപ്പം ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പം ഞാൻ ഫസ്റ്റ് സെറ്റ് എല്ലാം കൂടെ ഒരു പാനിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ അടുത്ത സെറ്റും വറുത്തെടുക്കാൻ പോവാണ്. അടുത്ത സെറ്റ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ സെറ്റ് പനീറും വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇനി അതേ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് വേണ്ടാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, കുരുമുളക്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ. കൂടെ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് സവോളയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി റൈസിൽ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് സവോളയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സവാള നന്നായിട്ട് വാടി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. വഴന്ന് ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത്രയും മതി. ഇനി ഞാൻ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരണം. തക്കാളി വെന്തുടഞ്ഞ് നമ്മുടെ സവാളയായിട്ട് നല്ല മിക്സായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം.
അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ സവോളയായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട് ചേർക്കേണ്ടത് പൊടികളാണ്. അപ്പം ഞാൻ ഈ പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ. തീ കുറച്ചിടുക. അപ്പം ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിനകത്തോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്, വേവിച്ച് വെച്ചത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഗ്രീൻ പീസ് മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസും മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേവിച്ച് വെച്ച ചോറ് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച ചോറ് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണ്. അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. വളരെ പതിയെ മിക്സ് ചെയ്യാം, നമ്മുടെ ചോറ് പൊട്ടിപ്പോകരുത്. ഇനി ബാക്കി ചോറും കൂടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പനീറും ഗ്രീൻ പീസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. എന്നാലാണ് നമ്മുടെ മസാലയും പനീറും ഗ്രീൻ പീസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരുള്ളൂ. നമ്മുടെ മസാലയൊക്കെ റൈസിലോട്ട് നന്നായിട്ട് പിടിച്ച് ആ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിന് മുകളിലോട്ട് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മല്ലിയിലയും വിതറി കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് പനീർ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേണമെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വേണമെങ്കിൽ വറുത്തിടാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു പുലാവാണിത്. നല്ല ടേസ്റ്റിയാണ്. എന്തെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഒരു സാലഡൊക്കെ മതി. നിങ്ങൾക്ക് നന്നായിട്ട് കുറേ കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.